ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടുത്തമ്മേ, ഞാൻ ഒരു കാര്യം. Get out. അത് പിന്നെ എടുത്തമ്മേ, അല്ല മേഡം. I say you get out. പുറത്ത് പോകാനാ പറഞ്ഞത്. അനു, നീയും നിന്റെ ചേച്ചിയും ഈ വീട്ടിലേക്ക് വരുന്നതിന് മുൻപും ഞങ്ങൾ ഈ പണി തന്നെയാ ചെയ്തോണ്ടിരുന്നത്. അന്നൊന്നും രോഹിത്തിനെ ഇതിലേക്ക് ഇറക്കിയിരുന്നില്ല എന്ന് മാത്രം. അല്ല ശ്യാമേ, നീ ഈ പണി അത്ര കൊച്ചാക്കിയെന്ന് പറയുന്നല്ലോ. ബാങ്ക് ഉദ്യോഗസ്ഥർ എന്തോ ചെയ്യുന്നേ? അവര് ടൈം കെട്ടി ഡോക്യുമെന്റ്സിന്റെ ബലത്തില് ആളുകളുടെ കഴുത്തി കുത്തിപ്പിടിച്ച് കസേര എഴുതി പൈസ മേടിക്കുന്നു. നമ്മളവർ അടുത്തു പോയി പൈസ മേടിക്കുന്നു. നമ്മളെ മതിയായ രേഖകളൊന്നും ഇല്ലാത്തോണ്ടേ ചില ഗുണ്ടായുസമൊക്കെ കാണിച്ച് പണം മേടിക്കുന്നു. രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം? അടിച്ചും ഇടിച്ചും ആളെ കുത്തിയും കൊന്നും ജോലി ചെയ്യാൻ ഞാൻ എന്റെ ഭർത്താവിനെ വിട്ടു തരില്ല. ശ്യാമേ, നീ ഇതിനകത്ത് ഇടപെടണ്ട. ഈ ജോലി ചെയ്യണോ വേണ്ടയോ എന്ന് ഞാനാ തീരുമാനിക്കുന്നേ. എനിക്കറിയാം നല്ലതും ചീത്തയൊക്കെ. നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ടാണോ ആളെ കൊല്ലുന്ന പണിയായിട്ട് നിങ്ങൾ വന്നിരിക്കുന്നേ? ശ്യാമേ, നീ പറഞ്ഞു പറഞ്ഞു കേറി പോവാ. ദേ, ഞാൻ എന്റെ മക്കളെ ഒരിക്കലും രണ്ടായിട്ട് കണ്ടിട്ടില്ല. വിഷ്ണുവും രോഹിത്തും എനിക്കെന്റെ വലം കൈയും ഇടം കൈയും തന്നെയാ. എന്റെ ഇരുവശത്ത് നിൽക്കുന്ന എന്റെ രണ്ടു മക്കൾ. വിഷ്ണുവിനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ രോഹിത്തിനെ വേദനിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. കാരണമേ, നിനക്കറിയില്ലെങ്കിൽ അത് അവനറിയാം. എന്തൊക്കെയായാലും എനിക്ക് നാളെ വിധവയാവാൻ പറ്റില്ല. എനിക്ക് എന്റെ കുഞ്ഞ് വളർന്നു വരുമ്പോ അച്ഛനെ കാണിക്കാൻ ഭിത്തിയിൽ മാലയിട്ട് തൂക്കിയിരിക്കുന്ന ഫോട്ടോ കാണിക്കാൻ പറ്റില്ല. പെടുമരണം വാങ്ങിച്ചു കൂട്ടാനാണ് ഭാവമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അല്ല, അവള് വെറുതെ ഒന്നും അല്ലടാ. ഇതിനെന്താ വേണ്ടെന്ന് എനിക്കറിയാം. അത് സത്യമേ. പിള്ളേ, ഇതെല്ലാം ഒന്ന് എടുത്തു വെക്കേ. അച്ഛാ, സത്യമാ. വിടറാ, നമുക്ക് നോക്കാം. ഇപ്പൊ അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയട്ടെ. ഇങ്ങനെയുള്ള കേസുകളിൽ ജില്ലാ കളക്ടർ അവസാന വാക്കല്ല. എനിക്ക് മുകളിലും ഉദ്യോഗസ്ഥരുണ്ട്. അതെന്താ മനസ്സിലാക്കാത്തെ? എനിക്ക് മേലെ രാഷ്ട്രീയ ഇടപെടൽ നടന്നാൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. വെറും പരിഹാസ്യരായി മടങ്ങി പോവേണ്ടി വരും. എടുത്തമ്മേ, ഇത് നമ്മുടെ ആരുടെയും കുറ്റമല്ല, നമ്മുടെ ജനാധിപത്യത്തിന്റെ പിടിപ്പുകേട്. ഓരോരുത്തരെ വോട്ട് കൊടുത്ത് രക്ഷിച്ച് പറഞ്ഞു വിടുന്നില്ലേ, അതിന്റെ ഈ അനുഭവിക്കുന്ന. എടുത്തമ്മേ, ഞാൻ പറഞ്ഞില്ലേ, എടുത്തമ്മ തന്നെ ശ്രദ്ധിക്കാത്തേ. എടുത്തമ്മേ, എന്നെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. എടുത്തമ്മേ, ഞാൻ ഒരു കാര്യം. Get out. അത് പിന്നെ എടുത്തമ്മേ, അല്ല മേഡം. I say you get out. പുറത്ത് പോകാനാ പറഞ്ഞത്. അനു,
എന്താനു ഇത്? ഇവിടെ എന്താ പ്രോട്ടോകോൾ ഒന്നും ഇല്ലേ? എല്ലാം തോന്നുന്ന പോലെയാണോ? വിസിറ്റേഴ്സ് വന്ന് പറഞ്ഞിട്ടേ അകത്ത് കയറ്റി വിടാവൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിപ്പോ ആരായിരുന്നാലും എന്റെ അനുവാദം വേണം. ഇറങ്ങി പോകാൻ പറയാനു. ദയവ് ചെയ്തൊന്ന് പുറത്തു പോണം. ഞാൻ കണ്ടില്ല മാഡം അകത്തേക്ക് കയറുന്നേ. പരിചയമുള്ളത് കൊണ്ടാ ഞാൻ പിന്നെ. എന്ത് പരിചയം? വ്യക്തിബന്ധം വേറെ, ഓഫീസ് കാര്യം വേറെ. ദേ, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ശരി മാഡം. ഇത് ശിവോഹം, എനിക്കിത് നിയോഗം. നിങ്ങൾക്കിത് വിയോഗമാവാതിരിക്കട്ടെ. മാഡം വലിയൊരു ഇൻസൾട്ട് നേരിട്ട് വന്നിരിക്കുക. തകർന്ന അവസ്ഥയില. അതാ ചൂടായത്. ഒന്നും തോന്നരുത്. ഏയ്, എന്റെ ആശാന്റെ ഭാര്യയല്ലേ എന്റെ ഏട്ടത്തിയമ്മ. ഏട്ടത്തിയമ്മയ്ക്ക് അനിയനെ ശകാരിക്കുള്ള അവകാശമുള്ളതല്ലേ? അതല്ല, ഞാൻ ആലോചിക്കുന്നതല്ല, കടുവയെ പിടിക്കുന്ന കിടുവയോ? ജില്ലാ കളക്ടറെ അപമാനിക്കാൻ പോകുന്നവൻ ആര്? അവനപ്പോ ചില്ലറക്കാരനല്ലല്ലോ. ആരാണവൻ? രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. രാമ രാ വല്യമ്മച്ചി, എന്താ മോളെ ഈ സമയത്ത്? അമ്മ 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 അച്ഛനോട് വഴക്കിട്ട് ഇറങ്ങി വന്നിരിക്കുക. ആണോ? അകത്തേക്ക് പോടി. നടക്കാൻ.